ഇതുപോലൊരു പുസ്തകപ്പയറ്റ് കേൾക്കുമ്പോൾ തന്നെ കൗതുകം തോന്നുമെങ്കിലും നല്ല ഉശിരൻ പുസ്തകപ്പയറ്റാണ് അങ്ങ് ചിറ്റാരിപ്പറമ്പിലെ ഓപ്പൺ ലൈബ്രറിയിൽ നടന്നത്. പണപ്പയറ്റിന്റെ ഗൃഹാതുരത്ത ഓർമ്മയിലും അതേ വീറോടെയും വാശിയോടെയും അറിവിനായി ഒത്തുചേരണമെന്ന ആശയത്തിലാണ് പുസ്തകപ്പയറ്റ്. പണപ്പയറ്റിൻ്റെതുപോലെ നേരത്തെ അച്ചടിച്ചു വെച്ച ക്ഷണക്കത്തൊന്നുമില്ല. പകരം ലൈബ്രറിക്ക് മുന്നിൽ കുറച്ച് ബോർഡുകളുണ്ട്. ഇതിനു പുറമെ ലൈബ്രറി സംഘാടകരുടെ വക നേരിട്ട് ക്ഷണവും. പുസ്തകപ്പയറ്റിനായി എത്തുന്നവർക്ക് ചായയും പലഹാരവും ഒരുക്കി. എന്തിനു പറയുന്നു, ഊണുവരെ കൊടുത്തു. കണ്ണൂർ ജില്ലയിലെ ചിറ്റാരിപ്പറമ്പ് ഓപ്പൺ ലൈബ്രറിയിലാണ് ഇത്തരമൊരു നൂതന ആശയം തുടങ്ങിവെച്ചത്. വരുന്നവർ തങ്ങളെ കൊണ്ട് ആവുന്ന വിധം പുസ്തകങ്ങൾ സമ്മാനിച്ചു. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെയായിരുന്നു പുസ്തകപ്പയറ്റ്. പ്രദേശവാസികൾ കുടുംബസമേതവും തനിച്ചും പുസ്തകങ്ങളുമായി ലൈബ്രറിയിലെത്തി. ഏതാണ്ട് 1 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന പുസ്തകങ്ങളാണവ. ഇവിടെ എത്തുന്നവർക്ക് കവിതയും പാട്ടും കരോക്കയും ഗാനവും പ്രഭാഷണവും മറ്റും നടത്തി പോവുകയും ചെയ്യാം. സംസ്കൃതികളൊക്കെയും ഇരുളടഞ്ഞ വീതിയിൽ വിറങ്ങലിച്ചു നിൽക്കവേ. ഇത് 2ാം വർഷമാണ് പുസ്തകങ്ങൾ ശേഖരിക്കുന്നത്. വായനയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലൈബ്രറിയുടെ സുപ്രധാന ലക്ഷ്യം. ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം വെറും പുസ്തകങ്ങൾ സമാഹരിക്കുക, പുസ്തകങ്ങൾ ഇങ്ങനെ വായനക്കാർക്ക് നൽകുക എന്നത് മാത്രമല്ല, അതല്ലാതെ കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലും വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ ഇപ്പം മിക്കവാറും ദിവസങ്ങളിൽ ലൈബ്രറിയിൽ പല പരിപാടികളും, ഈ വർഷം തന്നെ എനിക്ക് തോന്നുന്നത് ഇത് 8ാമത്തെ 9ാമത്തെ പരിപാടിയായിരുന്നു. ജനുവരി 1 മുതൽ ജനുവരിയിൽ കഥകളി സംഘടിപ്പിച്ചു. അതുമുതൽ ഇങ്ങോട്ട് ഏതാണ്ട് ഒരു 8-9ാമത്തെ പരിപാടി. ഓപ്പൺ ലൈബ്രറിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വനിതാ ഫോറത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പങ്കെടുക്കാറുണ്ട്. എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകാറുണ്ട്. വ്യത്യസ്ത മേഖലകളിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ലൈബ്രറി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രദേശത്തെ മറ്റ് ലൈബ്രറികളിലെയും വിദ്യാലയങ്ങളിലെയും കുട്ടികളൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ലൊരു സാംസ്കാരിക സ്ഥാപനമായിട്ട് ഉയർത്താനാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഒരു നാട്ടിലെ ആളുകളെല്ലാം ഒരു ലൈബ്രറിയെ അത്രയധികം സ്നേഹിക്കുകയാണ്. വായനയ്ക്കൊപ്പം വിനോദസഞ്ചാരവും സംഗീത സായാഹ്നവും കഥാസായാഹ്നവും പഠന ക്യാമ്പും എന്നിവയെല്ലാം ഓപ്പൺ ലൈബ്രറിയുടെ പേരിൽ നടക്കുന്നുണ്ട്. ഇതുവരെ 5 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത ലൈബ്രറി പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനത്തിന് തയ്യാറെടുക്കുകയാണ്. ഇതുവരെ 5 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് രതീശൻ മള്ളന്നൂരിൻ്റെ നോവിൻ്റെ ചിത, പിന്നെ എൻ്റെ ഒരു കവിത കടലാഴങ്ങൾ, ഫൽഗുണൻ തക്ഷശിലിയുടെ ഉട്ടോപ്യ, ഞാറ്റിയാല ശ്രീധരൻ്റെ ഒരു പുസ്തകം, അത് ഓർമ്മകളുടെ തിറയാട്ടം. 5ാമത് ഡോക്ടർ കുമാരൻ വാര്യേരി സമാഹരിച്ച രാമായണം ആഖ്യാനങ്ങളും പ്രയോഗങ്ങളും എന്ന ഒരു പുസ്തകം. അങ്ങനെ 5 പുസ്തകങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. 6ാമത് പുസ്തകം ഇപ്പോൾ അതിൻ്റെ പ്രസിദ്ധീകരണ ഘട്ടത്തിലാണുള്ളത്. നിരവധി പുസ്തകങ്ങൾ ഇങ്ങനെ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. ജോലി തിരക്കുകളിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നുമൊക്കെ ചിറ്റാരിപ്പറമ്പിലെ ഓരോ ആളും ഓടിയെത്തുന്നത് ഈ ലൈബ്രറിയിലേക്കാണ്. അങ്ങനെ സാധാരണക്കാർ മുതൽ സമ്പന്നർ വരെ ഒരു ദേശത്തെ ലൈബ്രറിയെയും വായനയെയും അകമഴിഞ്ഞ് സ്നേഹിക്കുകയാണ്. ETV ഭാരത്, കണ്ണൂർ.